ഇനി ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു. ഇവാലുവേറ്റ് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ യൂസിങ് റെസിഡ്യൂ തിയറം എന്നുണ്ടാകാം, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവണം എന്നും നിർബന്ധമില്ല. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി സെറ്റ് ഡി സെറ്റ് ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് 4 ഇൻറ്റു സെറ്റ് മൈനസ് 2 വെർ സി ഈസ് ദ സർക്കിൾ. ഈ രണ്ട് സെപ്പറേറ്റ് റീജിയൻ്റെ അകത്തുള്ള ഇന്റഗ്രൽ വാല്യൂ കാണാനാണ് ക്വസ്റ്റ്യൻ. റെസിഡ്യൂ തിയറം വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. റെസിഡ്യൂ തിയറം പറയുന്നത് എന്തായിരുന്നു? Z1 എഫ് ഓഫ് സെറ്റ് സി എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് പാത്ത് ഉണ്ടാകും. എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് ഈ സിംഗുലർ പോയിന്റ്സ് ഒഴികെയുള്ള എല്ലാ റീജിയനിലും അനലിറ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആണെന്നാണ് തിയറം പറയുന്നത്. അപ്പം എന്ത് ചെയ്യുക? ആദ്യം ഇവിടെയുള്ള സിമ്പിൾ പോൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. ഈ സിംഗുലർ പോയിന്റ്സ് എന്ന് പറയുന്നതും സിമ്പിൾ പോൾസ് എന്ന് പറയുന്നതും ഒക്കെ ഒന്നിനെ തന്നെയാണ്. ഇതിപ്പോൾ ഫാക്ടറൈസ് ചെയ്തിട്ടാണ് തന്നിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് നമുക്ക് പറയാൻ പറ്റും സെറ്റ് ഈക്വൽ ടു 4 എന്ന് പറയുന്നത് ഒരു പോളാണ്, സെറ്റ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് മറ്റൊരു പോളാണ്. ഇതിൻ്റെ ഒക്കെ ഡിഗ്രി 1 ആയതുകൊണ്ട് ഇത് രണ്ടും സിമ്പിൾ പോളാണെന്ന് പറയാൻ പറ്റും. അതാണ് ഈ ചെയ്തിരിക്കുന്നത്. സെറ്റ് മൈനസ് ഇതിങ്ങനെ ഇവിടെ സെപ്പറേറ്റ് തന്നതുകൊണ്ട് ചെയ്യണം എന്നുള്ള നിർബന്ധമൊന്നും ഇല്ല. പിന്നെ ഇതങ്ങ് ചെയ്തേക്കുക. ഡിനോമിനേറ്റർ ഈക്വൽ ടു 0, ഇവിടുന്ന് സെറ്റ് മൈനസ് 4 ഈക്വൽ ടു 0 കിട്ടും, സെറ്റ് മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. സെറ്റ് മൈനസ് 4 0 ആണെങ്കിൽ സെറ്റ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. അതേപോലെ ഇവിടെ നിന്ന് സെറ്റ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. 2ഉം 4ഉം ആണ് സിമ്പിൾ പോൾ എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫസ്റ്റ് റീജിയൻ കൺസിഡർ ചെയ്യും. ഈ റീജിയൻ്റെ അകത്ത് ഈ പോൾസ് ഇൻസൈഡ്, അതായത് ഈ റീജിയൻ്റെ ഉള്ളിലാണോ പുറത്താണോ വരുന്നതെന്ന് നോക്കും. പുറത്താണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല, ഡയറക്റ്റ് ഇൻ്റഗ്രൽ വാല്യൂ ഈക്വൽ ടു 0 എഴുതിയാൽ മതി. പക്ഷേ ഇൻസൈഡ് ആണെങ്കിൽ ഇതായിരിക്കും ആ ഇൻ്റഗ്രൽ വാല്യൂവിനോട് ഈക്വൽ ആയിട്ടുള്ളത്. ആദ്യം എന്ത് ചെയ്യാം? മോഡ് സെറ്റ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന റീജിയൻ കൺസിഡർ ചെയ്തു. സെറ്റ് ഈക്വൽ ടു 2ഉം 4ഉം ആണ് സിമ്പിൾ പോൾസ് എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഈ 2 എന്ന് പറയുന്ന പോയിന്റ് ഈ ഒരു റീജിയൻ്റെ ഉള്ളിലാണോ, ഇതാണ് നമ്മുടെ സി എന്ന് പറയുന്ന കേവ്, ആ പാത്തിൻ്റെ ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാം. അപ്പോൾ സെറ്റ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിന്റ് ചൂസ് ചെയ്തു. അപ്പോൾ മോഡ് സെറ്റുള്ളടുത്ത് എന്ത് കൊടുത്തു? 2 കൊടുത്തു. മോഡ് 2ൻ്റെ വാല്യൂ എന്താ? 2 തന്നെ. ഇപ്പോൾ മോഡ് എക്സ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എക്സ്, മോഡ് മൈനസ് എക്സ് ആണെങ്കിൽ അത് മോഡല്ലേ എടുക്കുന്നത്, അപ്പോൾ മൈനസ് എക്സിൻ്റെ മോഡുലസ് വാല്യൂ എന്താ? എക്സ്. ഇപ്പോൾ മോഡ് മൈനസ് 1 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താ? 1. മോഡ് 1ൻ്റെ വാല്യൂ എന്താ? 1. അതേപോലെ അപ്പോൾ മോഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2 തന്നെ. 2 എന്ന് പറയുന്ന പോയിന്റ് എന്താ? ഒന്നിനേക്കാളും വലുതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? സെറ്റ് ഈക്വൽ ടു 2 ലൈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ മോഡ് സെറ്റ് ഈക്വൽ ടു 1 കിട്ടി. ഇനി അതേപോലെ എന്ത് ചെയ്യുക? സെറ്റ് ഈക്വൽ ടു 4 കൺസിഡർ ചെയ്യുക. സെറ്റ് ഈക്വൽ ടു 4 ആകുമ്പം മോഡ് സെറ്റ് എന്ന് പറയുമ്പോൾ എന്താ? മോഡ് 4. മോഡ് 4ൻ്റെ വാല്യൂ 4 ആണ്, 4 ഗ്രേറ്റർ ദാൻ 1 ആണ്. അതുകൊണ്ട് ഇവിടുന്ന് എന്ത് കിട്ടി? സെറ്റ് ഈക്വൽ ടു 4 ലൈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ മോഡ് സെറ്റ് ഈക്വൽ ടു 1. ഞാൻ പറഞ്ഞു രണ്ട് വാല്യൂസും ഔട്ട്സൈഡ് ആണ് വാല്യൂ വരുന്നതെങ്കിൽ ആ ഇൻ്റഗ്രൽ വാല്യൂ എന്തിനോട് ഈക്വലാ? ഇൻ്റഗ്രൽ ഓവർ സി സെറ്റ് ബൈ സെറ്റ് മൈനസ് 4 ഇൻറ്റു സെറ്റ് മൈനസ് 2 ഡി സെറ്റ് എന്ന് പറയുന്നത് 0നോട് ഈക്വൽ ആയിരിക്കും. ഇതും ഔട്ട്സൈഡ് ആണ്. 0 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 0 തന്നെയല്ലേ. ഇതിൻ്റെ കാരണം എന്താ? സിൻസ് ദ പോയിന്റ്സ് ആർ ലൈസ് ഔട്ട്സൈഡ് സി. അതാണ് നേരത്തെ ഞാനൊരു നോട്ട് പറഞ്ഞിട്ടുണ്ടായി. സെറ്റ് 1 സെറ്റ് 2 എക്സെട്ര സെറ്റ് കെ ഔട്ട്സൈഡ് സി ആണെങ്കിൽ ഇൻ്റഗ്രൽ വാല്യൂ 0നോട് ഈക്വൽ ആയിരിക്കും. ഇവിടെ ഇതും ഔട്ട്സൈഡ്, രണ്ട് പോയിന്റ് ഉള്ളത് രണ്ടും ഈ ഒരു റീജിയൻ്റെ ഔട്ട്സൈഡ് ആയിരുന്നു. അതുകൊണ്ട് 0 പ്ലസ് 0 ഫോമിൽ വരും. അപ്പം എന്ത് വാല്യൂ വന്നു? ഇൻ്റഗ്രൽ വാല്യൂ 0 ആയി. ഇനി ഒരു റീജിയനും കൂടി ഉണ്ടല്ലോ ക്വസ്റ്റ്യനിൽ, മോഡ് സെറ്റ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന റീജിയൻ, അതിൻ്റെയും കൂടെ ചെക്ക് ചെയ്യാം. ഈ രണ്ട് സിംഗുലർ പോയിന്റ്സ്, അതായത് സെറ്റ് ഈക്വൽ ടു 2ഉം 4ഉം, ഈ സെക്കൻഡ് റീജിയൻ ബി എന്ന് പറയുന്നത് മോഡ് സെറ്റ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന റീജിയനാണ്. സെറ്റ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലാണോ പുറത്താണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ മോഡ് സെറ്റ് ഈക്വൽ ടു മോഡ് 2 വരും. മോഡ് 2ൻ്റെ വാല്യൂ 2 ആണ്. 2 എന്ന് പറയുന്നത് 3നേക്കാളും കുറവാണ്. അതുകൊണ്ട് സെറ്റ് ഈക്വൽ ടു 2 ലൈസ് ഇൻസൈഡ് സി എന്ന് വരും. ഇൻസൈഡ് ദ സർക്കിൾ സി ഈക്വൽ ടു മോഡ് സെറ്റ് ഈക്വൽ ടു 3 എന്ന് വന്നു. ഇനി അതേപോലെ മറ്റേ പോയിന്റും കൂടെ നോക്കാം. സെറ്റ് ഈക്വൽ ടു 4. സെറ്റ് ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ മോഡ് സെറ്റ് ഈക്വൽ ടു മോഡ് 4 ആയിരിക്കും. മോഡ് 4ൻ്റെ വാല്യൂ എന്താ?
4 ആയിരിക്കും. 4 എന്ന് പറയുന്നത് 3നേക്കാളും കൂടുതലാണ്. therefore z equal to 4 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ആണ് വന്നതെങ്കിൽ ലൈസ് ഔട്ട്സൈഡ് ആയിരിക്കും. ലെസ് ദാൻ ആണെങ്കിൽ എന്തായിരിക്കും? ലൈസ് ഇൻസൈഡ് ആയിരിക്കും. അത് ഓർത്താൽ മതി. ഈ പോയിന്റ് ഔട്ട്സൈഡിലും ഈ പോയിന്റ് ഇൻസൈഡിലുമാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ആ തിയറവും അപ്ലൈ ചെയ്യണം, നോട്ടും അപ്ലൈ ചെയ്യണം. അപ്പോൾ നോക്ക്, തിയറം പ്രകാരം എന്താ പറഞ്ഞിട്ടുള്ളത്? തിയറം എന്താ പറയുന്നത്? ഈ പോയിന്റ് സിന്റെ ഉള്ളിലാണെങ്കിൽ ഇന്റഗ്രലിന്റെ വാല്യൂ 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസിനോട് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ z ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിന്റ് ഇൻസൈഡ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റിലുള്ള റെസിഡ്യൂ ആദ്യം കണ്ടുപിടിക്കുക. റെസിഡ്യൂ ഓഫ് z ഈക്വൽ ടു z0 f ഓഫ് z ഈക്വൽ ടു, സിമ്പിൾ പോൾ ആണ് നമ്മൾ ആദ്യമേ കണ്ടുവച്ചിട്ടുണ്ട്. സിമ്പിൾ പോൾ ആണെങ്കിൽ അതിൻ്റെ ഫോർമുല എടുക്കുക. ലിമിറ്റ് z ടെൻസ് ടു z0 z മൈനസ് z0 ഇൻറ്റു എഫ് ഓഫ് z എന്ന് വരും. അപ്പോൾ റെസിഡ്യൂ ഓഫ് ഏത് പോയിന്റാണ് ഇൻസൈഡ് ഉള്ളത്? 2. അപ്പോൾ ആ പോയിന്റ് z ഈക്വൽ ടു 2, എഫ് ഓഫ് z എന്തായിരുന്നു? z ബൈ z മൈനസ് 4 ഇൻറ്റു z മൈനസ് 2 ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു 2 z മൈനസ് 2 ഇൻറ്റു z ബൈ z മൈനസ് 4 ഇൻറ്റു z മൈനസ് 2. z മൈനസ് 2 ക്യാൻസലായി. ഇനി എന്ത് ചെയ്യുക? z-ന് 2 എന്നുള്ള വാല്യൂ കൊടുക്കുക. 2 ഡിവൈഡഡ് ബൈ 2 മൈനസ് 4, 2 ഡിവൈഡഡ് ബൈ മൈനസ് 2, വാല്യൂ എന്ത് കിട്ടി? -1 കിട്ടി. ഈ ഒരു പോയിന്റ് മാത്രമാണല്ലോ, 2 പോള് കിട്ടിയതിൽ അതിൽ ഒരെണ്ണം മാത്രമാണല്ലോ ഉള്ളിലുള്ളത്. അപ്പോൾ അതിൻ്റെ മാത്രം റെസിഡ്യൂ കണ്ടാൽ മതി. ഈ പോയിന്റ് ഔട്ട്സൈഡ് ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ ഔട്ട്സൈഡ് ആണെങ്കിൽ, പോയിന്റ് ലൈസ് ഔട്ട്സൈഡ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ, ആ റെസിഡ്യൂ വാല്യൂ എന്തായാലും 0 ആയിരിക്കും. അപ്പോൾ ഇനി മൊത്തത്തിൽ എഴുതുമ്പോൾ എന്താ വരിക? ഈ 2 പോയിന്റിലെയും റെസിഡ്യൂ, അതായത് ബൈ റെസിഡ്യൂ തിയറം ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡിൻ്റെ വാല്യൂ 2πi ഇൻറ്റു സം ഓഫ് ജെ ഈക്വൽ ടു 1 ടു കെ റെസിഡ്യൂ ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ജെ എഫ് ഓഫ് സെഡിനോട് ഈക്വൽ ആയിട്ടെന്നാണ് തിയറം പറയുന്നത്. 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇപ്പോൾ സെഡ് ഈക്വൽ ടു 2ഉം 4ഉം ആണ് സിംഗുലർ പോയിന്റ്. ആ 2 പോയിന്റിലുള്ള റെസിഡ്യൂ വാല്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സെഡ് ഈക്വൽ ടു 2 ആണ് ലൈസ് ഇൻസൈഡ്, അതുകൊണ്ട് അവിടുത്തെ റെസിഡ്യൂ വാല്യൂ -1. ഇനി സെഡ് ഈക്വൽ ടു 4 എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ആണുള്ളത്. ഔട്ട്സൈഡ് ആണെങ്കിൽ പിന്നെ അവിടെ റെസിഡ്യൂ കാണേണ്ട ആവശ്യമില്ല, ആ വാല്യൂ 0നോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതെന്താ വരിക? -2πi എന്നുള്ളതായിരിക്കും ഇതിൻ്റെ റെസിഡ്യൂ വാല്യൂ എന്ന് പറയുന്നത്. അതായത് പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ 2 റീജിയൻ തന്നിട്ടുണ്ടെങ്കിൽ രണ്ടും സെപ്പറേറ്റ് കാണണം. ക്വസ്റ്റ്യനിൽ ഇവിടെ തന്നെ ഫാക്ടറൈസ് ചെയ്ത് തന്നതുകൊണ്ട് ഇവിടുന്ന് തന്നെ മനസ്സിലാവും 4ഉം 2ഉം ആണ് പോൾ എന്ന് പറയുന്നത്. രണ്ടിൻ്റെയും ഓർഡർ 1 ആണ്. 1 ആയതുകൊണ്ട് സിമ്പിൾ പോൾസ് ആണെന്ന് കിട്ടും. ഇനി ഫസ്റ്റ് റീജിയൻ കൺസിഡർ ചെയ്തു, സെഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. അവിടെ ഈ പോള് ലൈസ് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇൻസൈഡ് ചെക്ക് ചെയ്യുമ്പോൾ മോഡ് സെഡ് ഈക്വൽ ടു 2 എന്നുള്ള, സെഡിന് 2 കൊടുക്കുമ്പോൾ 2 ഗ്രേറ്റർ ദാൻ 1 വന്നു. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ലൈസ് ഔട്ട്സൈഡ് ആയിരിക്കും, അതായത് നമ്മളെടുത്ത വാല്യൂവിനേക്കാളും കൂടുതലാണെന്നല്ലേ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് ഔട്ട്സൈഡ് ആയിരിക്കും ഉണ്ടാവുക. ഇനി സെഡ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന വാല്യൂ ചെക്ക് ചെയ്തപ്പം അതും ഔട്ട്സൈഡ് ആണ്. 2 വാല്യൂ ഔട്ട്സൈഡ് ആണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല, ഡയറക്റ്റ് ആയി ഇന്റഗ്രൽ വാല്യൂ ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ മതി. ശരിക്കും ഇതിവിടെ 0 ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ തിയറം പ്രകാരം 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂ എന്നല്ലേ, ഈ പോയിന്റ് ഔട്ട്സൈഡ് ആയതുകൊണ്ട് അതിൻ്റെ റെസിഡ്യൂ 0 ആണ്. ഇനി ഈ പോയിന്റ് ഔട്ട്സൈഡ് ആയതുകൊണ്ട് ഇതും 0 ആണ്. ഇവിടെ 0 + 0 എന്ന് പറഞ്ഞാൽ 0 വന്നു. 0 ഇൻറ്റു 2πi എന്ന് പറയുമ്പോൾ 0 കിട്ടി. അങ്ങനെയാണ് 0 ആവുന്നത്. ഇനി രണ്ടാമത്തെ റീജിയൻ എന്ന് പറയുന്നത് മോഡ് സെഡ് ഈക്വൽ ടു 3 എന്ന് പറയുന്നതാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് സെഡ് ഈക്വൽ ടു 2 കൺസിഡർ ചെയ്തു. മോഡ് സെഡ് എന്ന് പറയുമ്പോൾ മോഡ് 2 വരും. 2 എന്ന് പറയുന്നത് ലെസ് ദാൻ 3 ആയതുകൊണ്ട് ലൈസ് ഇൻസൈഡ് ആവും. സെഡ് ഈക്വൽ ടു 4 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 3 ആയതുകൊണ്ട് ലൈസ് ഔട്ട്സൈഡ് ആവും. ഔട്ട്സൈഡ് ആണെങ്കിൽ അവിടുത്തെ റെസിഡ്യൂ വാല്യൂ 0 ആയിരിക്കും. ഇൻസൈഡ് ആണെങ്കിൽ നമ്മൾ റെസിഡ്യൂ കണ്ടുപിടിക്കണം. റെസിഡ്യൂ ഓഫ് എഫ് ഓ സെഡ് സെഡ് ഈക്വൽ ടു Z0. ഇത് സിമ്പിൾ പോൾ ആണെന്ന് നമ്മൾ ആദ്യമേ എഴുതിയിട്ടുണ്ട്. സിമ്പിൾ പോൾ ആയതുകൊണ്ട് അതിൻ്റെ ഫോർമുല ചൂസ് ചെയ്തു. സെഡിന് പകരം എന്ത് വാല്യൂ കൊടുത്തു? Z0ന് പകരം 2 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു.
റെസിഡ്യൂ ഓഫ് 2z ഈക്വൽ ടു 2 എഫ് ഓഫ് സെഡ്. മുന്നേ റെസിഡ്യൂ എന്താണോ കണ്ടുപിടിച്ചത് അതേപോലെ റെസിഡ്യൂ കണ്ടുവച്ചു. ഇനി ഈ പോയിന്റ് ഔട്ട്സൈഡ് ആണെങ്കിൽ അവിടുത്തെ റെസിഡ്യൂ 0 ആണ്. തിയറം പ്രകാരം 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂ, എത്ര സിംഗുലർ പോയിന്റ് ആണോ ഉള്ളത് അത്രയും പോയിന്റിലുള്ള റെസിഡ്യൂവിനോടാണ് ഈക്വൽ. ഇവിടെ 2 സിംഗുലർ പോയിന്റ് ആണുള്ളത്, 2, 4 എന്ന് പറയുന്നത്. 2വിലുള്ള റെസിഡ്യൂ എന്ന് പറയുന്നത് -1 ആണ്. പിന്നെ 4ലുള്ള റെസിഡ്യൂ